നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പീനട്ട് ബോളിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഒരു 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഗ്രീക്ക് യോഗർട്ട് ആണ്. നെക്സ്റ്റ് വേണ്ടത് ചോക്ലേറ്റ് ആണ്. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് എടുക്കണമെങ്കിൽ അതെടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രീക്ക് യോഗർട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കപ്പ് ഫുൾ എടുത്തിട്ടാണ് ഉള്ളത്. ഇനി നമുക്കിതിലോട്ട് 3 ടീസ്പൂൺ പീനട്ട് ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. യോഗർട്ടും പീനട്ട് ബട്ടറും നന്നായിട്ട് മിക്സ് ആവണം. യോഗർട്ടും പീനട്ട് ബട്ടറും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മിക്സിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ജസ്റ്റ് സ്പ്രെഡ് ചെയ്താൽ മതി, മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ടൈമിൽ നട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ എടുത്ത പീനട്ട് ബട്ടറിൽ നട്ട്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. ഇനി ഇത് നമുക്കൊരു 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം. പീനട്ട് ബൗൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. മേളിൽ നല്ല ക്രീമി ആയിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ലെയറും താഴത്ത് നമ്മുടെ ഗ്രീക്ക് യോഗർട്ടും പീനട്ട് ബട്ടറിൻ്റെ ഒരു സ്മൂത്ത് ടെക്സ്ചറും ആയിട്ടുള്ള ഒരു ക്രീം ബേസും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.